ഇന്നൊരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അധികവും ഒരേ രീതിയിലുള്ള മസാല കൂട്ടായിരിക്കുമല്ലോ തയ്യാറാക്കാറ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്ത രീതിയിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 4 വലിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അങ്ങ് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ചിക്കനാണ്. ചിക്കന് നന്നായിട്ട് വേവിച്ചെടുക്കുക, ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട്. അതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ സമൂസക്കൊക്കെ ചേർത്ത് കൊടുക്കാറില്ലേ, അതേപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 2 പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒരു 1/4 കപ്പിന് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് നമ്മൾ ഇതിനി കുക്ക് ചെയ്തെടുക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതൊന്ന് ചൂടാറട്ടെ. നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു പത്തിരി തയ്യാറാക്കണം. അപ്പം ഞാനിത് ദോശ മാതിരി ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് കുറച്ച് മൈദയും ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അങ്ങ് അടിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന രീതിയിൽ തന്നെ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങ് എടുക്കാം. തിരിച്ചിട്ടൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് റസ്ക് പൊടിച്ചതും അതുപോലെ തന്നെ ഒരു മുട്ടയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇനി ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് പെട്ടെന്ന് തന്നെ അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. നമ്മൾ ഗം ഇടേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ ചൂടോടെ തന്നെ ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഇതങ്ങനെ കൈ കൊണ്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. പിന്നെ നമുക്ക് ആ ഒരു റസ്ക് പൊടിച്ചതിൽ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു രീതി തന്നെയാണല്ലോ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു മസാലയിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ചിക്കനും അതുപോലെ തന്നെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വശം നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്